ഹായ് സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. ഞാൻ നിങ്ങളുടെ ജെസ്സി ടീച്ചർ. പുറത്തിറങ്ങാതെ വീട്ടിലിരുന്ന് എല്ലാവരും ബോറടിച്ച് കാണുമല്ലോ. നമുക്ക് പതിയെ പഠനത്തിൻ്റെ ട്രാക്കിലോട്ട് വന്നാലോ? 3 ഡയമെൻഷണൽ ജോമെട്രി എന്ന ചാപ്റ്ററിൻ്റെ ഒരു ചെറിയ സമ്മറിയും അതിലെ കുറച്ച് പ്രോബ്ലംസും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ ചാപ്റ്ററിൽ ലൈനിൻ്റെയും പ്ലെയിനിൻ്റെയും ഇക്വേഷൻസ് ആണ് വരുന്നത്. ഇക്വേഷൻസ് വെക്റ്റർ ഫോമിലും കാർട്ടീഷ്യൻ ഫോമിലും എക്സ്പ്രസ് ചെയ്യണം. ആദ്യം നമുക്ക് ലൈനിൻ്റെ ഡയറക്ഷൻ കൊസൈൻസ് എന്താണെന്ന് നോക്കാം. തന്നിരിക്കുന്ന ഫിഗർ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. OP എന്ന് പറയുന്ന ഒരു ലൈൻ കണ്ടല്ലോ. ആ ലൈൻ XY Z ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾസ് നോക്കുക. അപ്പോൾ ആൽഫ, ബീറ്റ, ഗാമ എന്ന് മനസ്സിലാക്കാം. അതിൻ്റെ കൊസൈൻ വാല്യൂസിനെയാണ് ആ ലൈനിൻ്റെ ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറയുന്നത്. ഡയറക്ഷൻ കൊസൈൻസിനെ ഡിനോട്ട് ചെയ്യുന്നത് L, M, N കൊണ്ടാണ്. അപ്പോൾ OP എന്ന് പറയുന്ന ലൈനിൻ്റെ ഡയറക്ഷൻ കൊസൈൻസ് L = കോസ് ആൽഫ, M = കോസ് ബീറ്റ, N = കോസ് ഗാമ. അപ്പോൾ ഒരു ലൈൻ XYZ ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന കൊസൈൻ വാല്യൂസിനെയാണ് ആ ലൈനിൻ്റെ ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറയുന്നത്. ഓർക്കുക. ഇനി അടുത്ത സെക്ഷൻ നമുക്കൊരു ഡെഫിനിഷനായിട്ട് നോക്കാം. ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് എ ലൈൻ ആർ ദ കൊസൈൻസ് ഓഫ് ദ ആംഗിൾസ് മെയ്ഡ് ബൈ ദ ലൈൻ X ആക്സിസ്, Y ആക്സിസ് ആൻഡ് Z ആക്സിസ്. അങ്ങനെയാണെങ്കിൽ X ആക്സിസിൻ്റെ ഡയറക്ഷൻ കൊസൈൻസ് എന്താണെന്ന് നോക്കുക. അപ്പോൾ ഇവിടെ ലൈൻ എന്ന് പറയുന്നതും X ആക്സിസ് തന്നെയാണ്. അപ്പോൾ X ആക്സിസും X ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ നിങ്ങൾക്കറിയാം 0 ആണ്. Xഉം Yയും ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 90, Xഉം Zുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 90. അപ്പോൾ ആ ലൈൻ X ആക്സിസിൻ്റെ ഡയറക്ഷൻ കൊസൈൻസ് കോസ് 0, കോസ് 90, കോസ് 90. അപ്പോൾ നമുക്ക് കിട്ടും 100 എന്ന്. അപ്പോൾ വൺ വേർഡിൽ ചോദിക്കാവുന്നതാണ്. ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് X ആക്സിസ് ആർ 100. സിമിലർലി ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് Y ആക്സിസ് ആർ 010 ആൻഡ് ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് Z ആക്സിസ് ആർ 001. ഇപ്പോൾ നമുക്കറിയാവുന്ന റിസൾട്ടാണ്. LMN ഡയറക്ഷൻ കൊസൈൻസ് ആണെങ്കിൽ L² + M² + N² = 1 ആണെന്നുള്ള കാര്യം. നെക്സ്റ്റ് വൺ, ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് എ ലൈൻ. Any 3 numbers which are proportional to direction cosines are called direction ratios and it is denoted by ABC. ഇനി ABC അറിയാമെങ്കിൽ ഡയറക്ഷൻ കൊസൈൻസ് കാണുന്ന ഫോർമുല അത് ഇമ്പോർട്ടൻ്റ് ആണ്. L = A / √A² + B² + C². M = B / √A² + B² + C². N = C / √A² + B² + C². Next formula, equation of a line passing through a given point and parallel to a given vector. അപ്പോൾ അവിടെ നമ്മൾ വെക്റ്റർ ഇക്വേഷനും കാർട്ടീഷ്യൻ ഇക്വേഷനും എഴുതണം. അപ്പോൾ ഒരു ലൈൻ പാസ് ചെയ്യുന്ന പോയിൻറ്റും അറിയാം, അതിന് പാരലലായ ഒരു വെക്റ്ററും തന്നിരുന്നാൽ ലൈനിൻ്റെ ഇക്വേഷൻ. അപ്പോൾ വെക്റ്റർ ഇക്വേഷൻ എന്താണെന്ന് ശ്രദ്ധിക്കുക. വെക്റ്റർ ഇക്വേഷൻ ഓഫ് എ ലൈൻ പാസിംഗ് ത്രൂ എ പോയിൻറ്റ് വിത്ത് പൊസിഷൻ വെക്റ്റർ വെക്റ്റർ A and parallel to the given vector vector B is vector R = vector A plus lambda into vector B, where lambda is a scalar. അപ്പോൾ ഇവിടെ ഓർക്കുക, ഫോർമുലയിൽ വെക്റ്റർ A എന്ന് പറയുന്നത് പോയിൻറ്റിൻ്റെ പൊസിഷൻ വെക്റ്ററാണ്. വെക്റ്റർ B എന്ന് പറയുന്നത്, അതായത് സ്കെയിലാറിൻ്റെ കൂടെ വരുന്ന വെക്റ്റർ നമ്മുടെ പാരലൽ വെക്റ്ററുമാണ്. കറസ്പോണ്ടിങ് കാർട്ടീഷ്യൻ ഇക്വേഷൻ ശ്രദ്ധിക്കുക. കാർട്ടീഷ്യൻ ഇക്വേഷൻ ഓഫ് എ ലൈൻ പാസിംഗ് ത്രൂ എ പോയിൻറ്റ് with coordinates x1, y1, z1 and having direction ratios ABC is x minus x1 by A = y minus y1 by B = z minus z1 by C. അപ്പോൾ വെക്റ്റർ ഇക്വേഷനും കാർട്ടീഷ്യൻ ഇക്വേഷനും നോക്കുക. അപ്പോൾ വെക്റ്റർ ഇക്വേഷനിൽ നിന്ന് കാർട്ടീഷ്യൻ ഇക്വേഷനും കാർട്ടീഷ്യൻ ഇക്വേഷനിൽ നിന്ന് വെക്റ്റർ ഇക്വേഷനും എഴുതാൻ ക്വസ്റ്റ്യൻ വരും. അപ്പോൾ കാർട്ടീഷ്യൻ ഇക്വേഷനിൽ ഡിനോമിനേറ്ററിൽ വരുന്ന ABC എന്ന് പറയുന്നത് ഡയറക്ഷൻ റേഷ്യോസ് ആണ്. പോയിൻ്റ് നോക്കുക, x1, y1, z1 പോയിൻ്റ്. x മൈനസ് x1 ആകുമ്പോൾ x1 ആണ് പോയിൻ്റ്. y മൈനസ് y1 വന്നാലാണ് y1 ഒരു y കോർഡിനേറ്റ് ആകുന്നത്. z മൈനസ് z1 വരുമ്പോൾ z1 ആണ് പോയിൻ്റ് വരുന്നത്. ആ കാര്യം ശ്രദ്ധിക്കുക.
അടുത്ത ഇക്വേഷൻ ഓഫ് എ ലൈൻ പാസിംഗ് ത്രൂ ടു ഗിവൺ പോയിൻറ്റ്സ്. അപ്പോൾ അതിൻ്റെ വെക്ടർ ഇക്വേഷൻ ഓഫ് എ ലൈൻ പാസിംഗ് ത്രൂ ടു പോയിൻറ്റ്സ് വിത്ത് പൊസിഷൻ വെക്ടർ എ ആൻഡ് പൊസിഷൻ വെക്ടർ ബി ഈസ് ഗിവൺ ബൈ വെക്ടർ ആർ ഈക്വൽ ടു വെക്ടർ എ പ്ലസ് ലാംഡ ഇൻറ്റു വെക്ടർ ബി മൈനസ് വെക്ടർ എ. Corresponding Cartesian equation passing through 2 points x1, y1, z1 and x2, y2, z2 is x minus x1 divided by x2 minus x1 equal to y minus y1 divided by y2 minus y1 equal to z minus z1 divided by z2 minus z1. നെക്സ്റ്റ് വൺ ആംഗിൾ ബിറ്റ്വീൻ ദ ടു ലൈൻസ്. അതിപ്പോൾ കാർട്ടീഷ്യൻ ഫോം തന്നിരുന്നാലും വെക്ടർ ഫോം തന്നിരുന്നാലും നമുക്ക് ആംഗിൾ കണ്ടുപിടിക്കാൻ ലൈനിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് കണ്ടുപിടിക്കണം നിങ്ങൾ. അപ്പോൾ ക്വസ്റ്റിനിൽ ഞാൻ പറഞ്ഞു വെക്ടർ ഫോം ആണെങ്കിൽ സ്കെയിലാറിൻ്റെ കൂടെ വരുന്നതാണ്, അതിൻ്റെ IJKയുടെ കോയിഫിഷ്യൻസ് ആണ് ഡയറക്ഷൻ റേഷ്യോസ്. കാർട്ടീഷ്യൻ ഫോം ആണെങ്കിൽ ഡിനോമിനേറ്ററിൽ വരുന്നതാണ് ഡയറക്ഷൻ റേഷ്യോസ്. If A1, B1, C1 and A2, B2, C2 are the direction ratios of two lines, then the angle between them cos theta equal to modulus of A1, A2 plus B1, B2 plus C1, C2 divided by root of A1 square plus B1 square plus C1 square into root of A2 square plus B2 square plus C2 square. ഇനി രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആണെന്ന് പ്രൂവ് ചെയ്യാനും പാരലൽ ആണെന്ന് പ്രൂവ് ചെയ്യാനും ക്വസ്റ്റ്യൻ വന്നാൽ നമുക്കറിയാം രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ തീറ്റ വരുന്നത് 90 വരും. അപ്പോൾ കോസ് 90 0 വരും. അപ്പോൾ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ പറ്റും രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആകാനുള്ള കണ്ടീഷൻ A1 A2 പ്ലസ് B1 B2 പ്ലസ് C1 C2 ഈക്വൽ ടു 0 ആയിരിക്കും. അതുപോലെ തന്നെ പാരലൽ ആകാനുള്ള കണ്ടീഷൻ A1 ബൈ A2 ഈക്വൽ ടു B1 by B2 equal to C1 by C2. Next one, shortest distance between the two skew lines. Shortest distance between the two skew lines is perpendicular to both the lines. കാർട്ടീഷ്യൻ ഫോം ആണെങ്കിലും വെക്ടർ ഫോം ആണെങ്കിലും നമ്മൾ സെയിം ഫോർമുലയാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ വെക്ടർ ഫോം വെക്ടർ ആർ ഈക്വൽ ടു വെക്ടർ A1 പ്ലസ് ലാംഡ ഇൻറ്റു വെക്ടർ B1 ആൻഡ് വെക്ടർ ആർ ഈക്വൽ ടു വെക്ടർ A2 പ്ലസ് മ്യൂ ഇൻറ്റു വെക്ടർ B2. ഈ രണ്ട് ലൈൻ്റെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് D ഈക്വൽ ടു മോഡുലസ് ഓഫ് വെക്ടർ B1 ക്രോസ് വെക്ടർ B2 ഡോട്ട് വെക്ടർ A2 മൈനസ് വെക്ടർ A1 ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് വെക്ടർ B1 ക്രോസ് വെക്ടർ B2. ഫോർമുല നന്നായി പഠിക്കണം. ഈ A1 ഏതാണ്, A2 ഏതാണ്, B1 ഏതാണ്, B2 ഏതാണ്. നമുക്ക് കാർട്ടീഷ്യൻ ഫോം ആണെങ്കിൽ ഡയറക്റ്റ് നമുക്ക് A1 A2 B1 B2 അവിടെ നിന്ന് എഴുതാൻ പറ്റും. പക്ഷെ കാർട്ടീഷ്യൻ ഫോം ആണെങ്കിൽ ഫോർമുല നിങ്ങൾ ഓർക്കുക, എക്സ് മൈനസ് x1 ബൈ A ഈക്വൽ ടു y മൈനസ് y1 ബൈ B ഈക്വൽ ടു Z മൈനസ് Z1 ബൈ C ആണ്. അവിടെ വെക്ടർ A1 എന്ന് പറയുന്നത് പോയിൻ്റ് കൊണ്ട് ഫോം ചെയ്യുന്ന വെക്ടർ, വെക്ടർ ബി എന്ന് പറയുന്നത് ഡയറക്ഷൻ റേഷ്യോസ് കൊണ്ട് ഫോം ചെയ്യുന്ന വെക്ടർ. ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ, ഷോ ദാറ്റ് ദ ലൈൻ ത്രൂ ദ പോയിൻറ്റ്സ് 1 മൈനസ് 1 2 3 4 മൈനസ് 2 ഈസ് പെർപെൻഡിക്കുലർ ടു ദ ലൈൻ through the points 0 3 2 and 3 5 6. അപ്പോൾ രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ പോയിൻറ്റിന് A എന്നും രണ്ടാമത്തെ പോയിൻറ്റിന് B എന്നും കൊടുത്താൽ ആ AB എന്ന് പറയുന്ന ലൈനിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് കണ്ടുപിടിക്കണം. രണ്ട് പോയിൻ്റ് അറിയാമെങ്കിൽ ആ പോയിൻറ്റിൽ കൂടെ പാസ് ചെയ്യുന്ന ലൈനിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് പറഞ്ഞു തന്നിട്ടുണ്ട്. x2 മൈനസ് x1 y2 മൈനസ് y1 z2 മൈനസ് z1 ആണെന്ന്. അപ്പോൾ ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് AB എന്ന് പറയുന്നത് x2 മൈനസ് x1 എന്ന് പറഞ്ഞാൽ 3 മൈനസ് 1, അടുത്ത 4 മൈനസ് മൈനസ് 1, അടുത്ത -2 -2. അപ്പോൾ AB എന്ന് പറയുന്ന ലൈനിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് 2 5 -4 എന്ന് കിട്ടും. സിമിലർലി അടുത്ത രണ്ട് പോയിൻറ്റ് CD എന്ന് കൊടുക്കുക. അപ്പോൾ ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് CD ആർ 3 -0 5 -3 ആൻഡ് 6 -2. അപ്പോൾ ആ ലൈനിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് 3 to 4 എന്ന് കിട്ടും.
ആദ്യത്തെ A1 B1 C1 എന്നും A2 B2 C2 എന്നും കൊടുക്കുക. പെർപെൻഡിക്കുലർ ആകാനുള്ള കണ്ടീഷൻ നോക്കുക. A1 A2 പ്ലസ് B1 B2 പ്ലസ് C1 C2 ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് 2 × 3 പ്ലസ് 5 × 2 പ്ലസ് -4 × 4 ഈക്വൽ ടു 0 എന്ന് കിട്ടും. Therefore AB and CD are perpendicular to each other. Second one, Cartesian equation of a line is x minus 5/3 equal to y plus 4/7 equal to z minus 6/2. Write its vector form. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാർട്ടീഷ്യൻ ഇക്വേഷൻ തന്നിട്ട് വെക്റ്റർ ഇക്വേഷനിലോട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഓർക്കേണ്ടത് വെക്റ്റർ ഫോം എന്താണെന്നാണ്. ഇപ്പോൾ ഒരു ലൈനിൻ്റെ വെക്റ്റർ ഫോം വെക്റ്റർ ആർ ഈക്വൽ ടു വെക്റ്റർ എ പ്ലസ് ലാംഡ ഇൻറ്റു വെക്റ്റർ ബി ആണ്. അപ്പോൾ അവിടുന്ന് വെക്റ്റർ എയും വെക്റ്റർ ബിയും കണ്ടുപിടിക്കണം. ഓർക്കുക, വെക്റ്റർ എ എന്ന് പറയുന്നത് പോയിൻ്റ് കൊണ്ട് ഫോം ചെയ്യുന്ന വെക്റ്ററാണ്. അപ്പോൾ നമ്മുടെ ലൈനിലോട്ട് വരിക, അവിടുത്തെ പോയിൻ്റ് നോക്കുക. പോയിൻ്റ് നമുക്ക് പറയാൻ പറ്റും 5. അടുത്ത y പ്ലസ് 4 ആണ്. അതിന് നമ്മൾ ജനറൽ ഫോമിലോട്ട് എഴുതുമ്പോൾ y മൈനസ് -4. അപ്പോൾ രണ്ടാമത്തെ കോർഡിനേറ്റ് -4, മൂന്നാമത്തത് 6. അപ്പോൾ പോയിൻ്റ് എന്ന് പറയുന്നത് 5 -4 6. അതുകൊണ്ട് ഫോം ചെയ്യുന്ന വെക്റ്ററാണ് വെക്റ്റർ എ. അപ്പോൾ വെക്റ്റർ എ ഈക്വൽ ടു 5i ക്യാപ് മൈനസ് 4j ക്യാപ് പ്ലസ് 6k ക്യാപ് എന്ന് കിട്ടും. അടുത്ത വെക്റ്റർ ബി നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും. ഡിനോമിനേറ്റർ വരുന്നതാണ് ഡയറക്ഷൻ റേഷ്യോസ്. അപ്പോൾ വെക്റ്റർ ബി ഈക്വൽ ടു 3i ക്യാപ് പ്ലസ് 7j ക്യാപ് പ്ലസ് 2k ക്യാപ്. ഡയറക്റ്റ് ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വെക്റ്റർ ആർ ഈക്വൽ ടു വെക്റ്റർ എ പ്ലസ് ലാംഡ ഇൻറ്റു വെക്റ്റർ ബി എന്ന് നമുക്ക് വാല്യൂ കിട്ടും. അടുത്ത പ്രോബ്ലം, ഫൈൻഡ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലൈൻസ് വെക്റ്റർ ആർ ഈക്വൽ ടു i ക്യാപ് പ്ലസ് 2j ക്യാപ് പ്ലസ് k ക്യാപ് പ്ലസ് ലാംഡ ഇൻറ്റു i ക്യാപ് മൈനസ് j ക്യാപ് പ്ലസ് k ക്യാപ് ആൻഡ് വെക്റ്റർ ആർ ഈക്വൽ ടു 2i ക്യാപ് മൈനസ് j ക്യാപ് മൈനസ് k ക്യാപ് പ്ലസ് മ്യൂ ഇൻറ്റു 2i ക്യാപ് പ്ലസ് j ക്യാപ് പ്ലസ് 2k ക്യാപ്. അപ്പോൾ നമുക്ക് മനസ്സിലാകും ഈ തന്നിരിക്കുന്ന ലൈൻ്റെ ഇക്വേഷൻ വെക്റ്റർ ഫോമിലാണ്. ഇപ്പോൾ ഫോർമുല അറിയാം, ഫോർമുല എഴുതുക. അവിടെ നമുക്ക് വെക്റ്റർ A1 വെക്റ്റർ A2 വെക്റ്റർ B1 വെക്റ്റർ B2 കണ്ടുപിടിക്കണം. അത് ആ ഓർഡറിൽ തന്നെയാണ്. വെക്റ്റർ A1 ഈക്വൽ ടു i ക്യാപ് പ്ലസ് 2j ക്യാപ് പ്ലസ് k ക്യാപ്. വെക്റ്റർ B1 എന്ന് പറയുന്ന സ്കെയിലാറിൻ്റെ കൂടെ വരുന്നത് i ക്യാപ് മൈനസ് j ക്യാപ് പ്ലസ് k ക്യാപ്. അതുപോലെ വെക്റ്റർ A2 സെക്കൻഡ് ലൈൻ നോക്കുക. വെക്റ്റർ A2 ഈക്വൽ ടു 2i ക്യാപ് മൈനസ് j ക്യാപ് പ്ലസ് k ക്യാപ്. വെക്റ്റർ B2 2i ക്യാപ് പ്ലസ് j ക്യാപ് പ്ലസ് 2k ക്യാപ്. ഇനി ഇവിടുന്ന് ഓരോന്നും നമ്മൾ കണ്ടുപിടിക്കണം. വെക്റ്റർ A2 മൈനസ് വെക്റ്റർ A1 നിങ്ങൾ കാണുക. വെക്റ്റർ A2 മൈനസ് വെക്റ്റർ A1 ഈക്വൽ ടു i ക്യാപ് മൈനസ് 3j ക്യാപ് മൈനസ് 2k ക്യാപ് എന്ന് കിട്ടും. അടുത്ത വെക്റ്റർ B1 ക്രോസ് വെക്റ്റർ B2 കാണണം. ക്രോസ് പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഡിറ്റർമിനൻ്റ് മെത്തേഡാണ്. അപ്പോൾ ഡിറ്റർമിനൻറ്റ് ഫസ്റ്റ് റോ i ക്യാപ് j ക്യാപ് k ക്യാപ്. സെക്കൻഡ് റോ വെക്റ്റർ B1ൻ്റെ ijkയുടെ കോയിഫിഷ്യൻസ് എഴുതണം. അതായത് 1 -1 1. തേർഡ് റോ എന്ന് പറയുന്നത് വെക്റ്റർ B2ൻ്റെ ijkയുടെ കോയിഫിഷ്യൻസ് 2 1 2. ഫസ്റ്റ് റോ ഉപയോഗിച്ച് എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് B1 ക്രോസ് വെക്റ്റർ ക്രോസ് വെക്റ്റർ B2 ഈക്വൽ ടു -3i ക്യാപ് പ്ലസ് 3k ക്യാപ് എന്ന് കിട്ടും. ഇനി അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണുക. മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് -3 ദ ഹോൾ സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ. അവിടുന്ന് നമുക്ക് √18 എന്ന് കിട്ടും. അടുത്തത് നമുക്ക് ഡോട്ട് പ്രോഡക്റ്റ് കാണാം. വെക്റ്റർ A2 മൈനസ് വെക്റ്റർ A1 ഡോട്ട് വെക്റ്റർ B1 ക്രോസ് വെക്റ്റർ B2. അപ്പോൾ ഡോട്ട് പ്രോഡക്റ്റ് കാണുമ്പോൾ ഓർക്കുക, ഡോട്ട് പ്രോഡക്റ്റ് കാണുന്നത് എങ്ങനെയാണ്? i ഡോട്ട് i1 j ഡോട്ട് j1 k ഡോട്ട് k1. ബാക്കിയുള്ളതെല്ലാം 0 ആയി പോകും. അപ്പോൾ ഐയുടെ കോയിഫിഷ്യൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. -3 × 1 പ്ലസ് ജെയുടെ കോയിഫിഷ്യൻസ് ഇവിടെ 0 ആണ്, ഇത് 0 വരും. കെയുടെ കോയിഫിഷ്യൻസ് 3 × -2 ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് വാല്യൂ വരുമ്പോൾ 3√2. വാല്യൂ കൊടുക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് d ഈക്വൽ ടു 3/√2 എന്ന് കിട്ടും. അത്ര എഴുതുക. അപ്പോൾ ഫോർമുല നന്നായി പഠിക്കുക, അവിടുന്ന് ചെയ്യുക. ഇനി വെക്റ്റർ ഫോർമുല തന്നിരിക്കുന്നതെങ്കിലാണ് നമ്മളിപ്പോൾ ചെയ്തത്. കാർട്ടീഷ്യൻ ഫോമിലാണ് ലൈൻ്റെ ഇക്വേഷൻ തന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾ
കാർട്ടീഷ്യൻ ഫോമിൽ നിന്ന് വെക്റ്റർ ഫോമിലോട്ട് എഴുതുക, അല്ലെങ്കിൽ വെക്റ്റർ A1 എഴുതണം. വെക്റ്റർ A1 എഴുതുന്നത് പോയിൻ്റ് കൊണ്ട് ഫോം ചെയ്യുന്ന വെക്റ്റർ, വെക്റ്റർ B1 ഡിനോമിനേറ്ററിൽ വരുന്ന ഡയറക്ഷൻ റേഷ്യോസ് കൊണ്ട് ഫോം ചെയ്യുന്ന വെക്റ്റർ. അതുപോലെ സെക്കൻഡ് ലൈൻ എടുക്കുക, പോയിൻ്റ് എഴുതുക, ആ പോയിൻ്റ് കൊണ്ട് ഫോം ചെയ്യുന്ന വെക്റ്റർ വെക്റ്റർ A2 ആയിട്ടും ഡയറക്ഷൻ റേഷ്യോസ് കൊണ്ട് ഫോം ചെയ്യുന്ന വെക്റ്റർ വെക്റ്റർ B2 ആയിട്ടും എടുക്കുക. ഇനി ഒരു കാര്യവും കൂടെ ശ്രദ്ധിക്കാനുള്ളത്, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പാരലൽ ലൈൻസ് വന്നാൽ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ പാരലൽ ലൈൻസ് എന്ന് കാണത്തില്ല, ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മളത് മനസ്സിലാക്കണം. രണ്ട് ലൈൻസ് പാരലൽ ആണെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ആ ലൈൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് വെക്റ്റർ R ഈക്വൽ ടു വെക്റ്റർ A1 പ്ലസ് ലാംഡ ഇൻറ്റു വെക്റ്റർ B. സെക്കൻഡ് ലൈൻ വെക്റ്റർ R ഈക്വൽ ടു വെക്റ്റർ A2 പ്ലസ് മ്യൂ ഇൻറ്റു വെക്റ്റർ B. ലാംഡയുടെയും മ്യൂവിൻ്റെയും കൂടെ വരുന്ന വെക്റ്റേഴ്സ് സെയിം ആയിരിക്കും. അത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ആ രണ്ട് വെക്റ്റേഴ്സ് പാരലലാണ്. പാരലൽ വെക്റ്റേഴ്സ് ആണെങ്കിൽ അതിൻ്റെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കാണാനുള്ള ഫോർമുല D ഈക്വൽ ടു മോഡുലസ് ഓഫ് വെക്റ്റർ B ക്രോസ് വെക്റ്റർ A2 മൈനസ് വെക്റ്റർ A1 ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് വെക്റ്റർ B. അത് നോട്ട്ബുക്കിൽ എഴുതിയിട്ടുണ്ട്, നമ്മളതിൻ്റെ പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫോർമുലയും പഠിച്ച് അതിൻ്റെ പ്രോബ്ലംസ് നോക്കണം. ഇതിപ്പോൾ വളരെ കുറച്ച് പ്രോബ്ലംസാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയുള്ള പ്രോബ്ലംസ് എല്ലാവരും നോട്ട്ബുക്ക് എടുത്ത് ചെയ്ത് നോക്കി പഠിക്കേണ്ടതാണ്. ഓക്കെ.